നമസ്കാരം. ഈ ദിവസങ്ങളിൽ കേരളത്തിലെ പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത എത്ര പേർ ശ്രദ്ധിച്ചു എന്ന് വ്യക്തമല്ല. എന്നാൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണത്. കേരളത്തിൽ പണിയെടുക്കുന്ന ബംഗാളി തൊഴിലാളികൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മടങ്ങിയിട്ട് അവർ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന വാർത്തയാണ്. ഇത് സത്യസന്ധമായ ഒരു വാർത്തയാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയം. ഏതാണ്ട് 25 ലക്ഷത്തിനും 35 ലക്ഷത്തിനും ഇടയിലാണ് കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം. അവരിൽ തന്നെ ഏറ്റവും അധികമുള്ളത് പശ്ചിമ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നുമുള്ളവരാണ്. ഈ രണ്ട് സംസ്ഥാനത്തു നിന്നും മാത്രം ഏതാണ്ട് 20-25 ലക്ഷം പേർ ഈ നാട്ടിൽ പണിയെടുക്കുന്നു എന്നാണ് ഏകദേശ കണക്ക്. ഇവരിൽ ഒട്ടുമിക്കവരും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നാട്ടിലേക്ക് പോയി. എന്നാൽ അവരിൽ ഭൂരിപക്ഷം പേരും മടങ്ങി വരുന്നില്ല. SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങളും ദുഷ്പ്രചരണങ്ങളുമാണ് ഇവരെയൊക്കെ കൂട്ടത്തോടെ അങ്ങോട്ട് നയിച്ചത്. SIRലൂടെ പുറത്തു പോകപ്പെട്ടാൽ പൗരത്വം പോലും റദ്ദ് ചെയ്ത് നാട് കടത്തപ്പെടുന്ന സാഹചര്യമുണ്ടാവുമെന്നും സ്ഥലത്തില്ലാത്തവരൊക്കെ പുറത്താക്കപ്പെടുമെന്നുമുള്ള പ്രചരണം പലരുടെയും ഉറക്കം കെടുത്തുകയും അവരൊക്കെ മടങ്ങുകയും ചെയ്തു. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് പുതുതായി ചുമതലയേറ്റ BJP സർക്കാർ തദ്ദേശീയരെ അവിടെ തന്നെ നിലനിർത്തുന്നതിന് വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, 3 പതിറ്റാണ്ടിലേറെ ഭരിച്ചു മുടിപ്പിച്ച CPMകാർ അവിടെയുള്ള മനുഷ്യരെ മുഴുവൻ വഴിയാധാരമാക്കിയിരുന്നു. CPMൻ്റെ പശ്ചിമ ബംഗാളിലെ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ തന്നെ പിന്നീട് കേരളത്തിൽ പെറോട്ടടിക്കാനും മേസ്തിരി പണിക്കും കോഴിക്കച്ചവടത്തിനുമായി എത്തി. 1 രൂപ കയ്യിലെടുക്കാനില്ലാതെ പട്ടിണി പാവങ്ങളായി തീർന്ന ബംഗാളികൾ കേരളത്തിലെത്തിയാണ് ആശ്രയം കണ്ടെത്തിയതും ജീവിതോപാധികൾ വളർത്തിയെടുത്തതും. പലയിടങ്ങളിൽ മേസ്തിരി പണിക്ക് വന്നിരുന്നവർ, മേയ്ക്കാട് പണിക്ക് പോയിരുന്നവർ, തോട്ടത്തിൽ പണിയെടുത്തിരുന്നവരൊക്കെ പശ്ചിമ ബംഗാളിലെ മുതിർന്ന CPM നേതാക്കളായിരുന്നു എന്നത് ഞെട്ടിക്കുന്ന സത്യമായിരുന്നു. 2011 മുതൽ കേരളത്തിൽ ഈ കുടിയേറ്റം വർദ്ധിച്ചു. ഏതാണ്ട് 15 വർഷം കൊണ്ടാണ് കേരളത്തിലേക്ക് ഇത്രയധികം ആളുകൾ ഒഴുകിയെത്തിയത്. ഇവിടെ വരുന്ന എല്ലാവർക്കും പണി കിട്ടുന്ന സാഹചര്യമുണ്ടായി. വിദ്യാഭ്യാസം തീരെയില്ലാത്ത, ജീവിത സാഹചര്യം ഒട്ടും മെച്ചമല്ലാത്തവർ തരക്കേടില്ലാത്ത ജീവിത സാഹചര്യം കെട്ടിപ്പടുത്തു. കൂലിപ്പണിക്ക് പോയാലും തോട്ടം പണിക്ക് പോയാലും മേയ്ക്കാട് പണിക്ക് പോയാലും ഒക്കെ ജീവിക്കാൻ പറ്റുന്ന തുക അവർക്ക് കിട്ടി. ഇവർ കൂട്ടത്തോടുകൂടി ചെറിയ വീടുകൾ വാടകയ്ക്കെടുത്ത് ഇവിടെ തന്നെ താമസിച്ചു. പലരും ഇവിടെ തന്നെ വിവാഹം കഴിച്ച് കുടുംബജീവിതം ആരംഭിച്ചവരുണ്ട്. തൻ്റെ ജീവിത പങ്കാളിയുമായി ഇവിടെ എത്തി ഒരുമിച്ച് താമസിച്ച് പണിയെടുക്കുന്നവരുണ്ട്. എന്നാൽ ഭൂരിപക്ഷം പേരുടെയും കുടുംബം നാട്ടിൽ തന്നെയാണ്. കുടുംബവും കുട്ടികളുമായി അവർ അവിടെ കഴിയുമ്പോൾ വല്ലപ്പോഴും പോയി വരുന്നതായിരുന്നു ഇവരുടെയൊക്കെ രീതി. ഇങ്ങനെ നാട്ടിൽ ജീവിച്ചിരുന്നവരൊക്കെ ഇക്കുറി വോട്ടിന് പോവാൻ കാരണമായത് വോട്ടുമായി ബന്ധപ്പെട്ട വലിയ തോതിൽ നടന്ന പ്രചരണങ്ങൾ മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ വിജയിച്ച BJP നാട്ടുകാർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ കൂടിയാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പ്രവേശന കവാടം മുക്കൂട്ടുതറ എന്ന് പറയുന്ന ടൗണാണ്. ആ മുക്കൂട്ടുതറയിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുന്നതും കൊല്ലമുള്ള ചാത്തൻതറയിലേക്ക് പോകുന്നതും ഞങ്ങളുടെ നാടായ ഇടഗടത്തിലേക്ക് പോകുന്നത്. അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ബേക്കറിയാണ് റോയൽ ബേക്കറി. സെബാസ്റ്റ്യൻ്റെ ബേക്കറി എന്നാണ് നേരത്തെ മുതൽ അറിയപ്പെടുന്നത്. ഈ റോയൽ ബേക്കറിയിൽ പണിയെടുത്തിരുന്ന ഒരു ബംഗാളിയെ വിസ്മയത്തോടെയാണ് ഞാൻ ഓരോ തവണ അതിലെ പോകുമ്പോഴും കണ്ടിരുന്നത്. അതിമനോഹരമായി മലയാളം പറയും എന്ന് മാത്രമല്ല, സാധനം എടുത്തു കൊടുക്കുന്നതിനപ്പുറം പണം കണക്കുകൂട്ടി വാങ്ങുന്നതിനും ബാക്കി കൊടുക്കുന്നതിനും ഒക്കെ അതിമിടുക്കായിരുന്നു ബംഗാളിക്കുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം അതിലെ പോയപ്പോൾ അയാളെ കണ്ടില്ല. ചോദിച്ചപ്പോൾ അയാളും വോട്ട് ചെയ്യാൻ പോയി. ഈ പോയവരാരും തിരിച്ചു വരുന്നില്ല. വിമാന ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റും ഒക്കെ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പലർക്കും വരാൻ മടിയാണ്. പലരും ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. എന്നിട്ടും പലരും മടങ്ങി വരുന്നില്ല. വരാം എന്ന് പറയുന്നതല്ലാതെ എല്ലാവരും വരും എന്ന് പ്രതീക്ഷ ഇത്തരം ആളുകൾക്കില്ല എന്നതാണ് വാസ്തവം. ഇടുക്കി നെടുങ്കണ്ടം മാവടിയിൽ എൻ്റെ ബന്ധുവായ ഷാജിക്ക് ഏതാണ്ട് 60ഓളം ബംഗാളി തൊഴിലാളികളുണ്ട്. ഏലത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരാണ് അവരെല്ലാം. അവരും പോയിരിക്കുകയാണ്. ചിലരൊക്കെ മടങ്ങി വരും, ബാക്കിയുള്ളവർ മടങ്ങി വരില്ല എന്നാണ് ഷാജി എന്നോട് പറഞ്ഞത്. ഇത് ബംഗാളി തൊഴിലാളികളെ മാനേജ് ചെയ്യുന്ന എല്ലാവരും അനുഭവമായി പറയുന്നു. വിടാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു, പോയവർ തിരിച്ചു വരുന്നില്ല. ഇവരുടെ അഭാവം കേരളത്തെ അടിമുടി പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും എന്നാണ് ഈ മേഖലയിൽ അനുഭവമുള്ളവർ പറയുന്നത്. ഏതാണ്ട് 60,000 കോടി രൂപയുടെ തൊഴിൽ വിപണിയാണ് ബംഗാളി തൊഴിലാളികൾ. ഒരു പരിചയവുമില്ലാതെ ജോലിക്ക് വരുന്ന ഒരാൾക്ക് 500 രൂപയിൽ താഴെ കൂലി കൊടുത്താൽ മതിയാവും. അവിടെ നിന്ന് ശമ്പളം വർദ്ധിക്കുന്നുവെങ്കിലും പരിചയമുള്ളവർക്ക് പോലും 1000 രൂപയ്ക്കപ്പുറം കൊടുക്കേണ്ടതില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ മേയ്ക്കാടിനും മേസ്തിരിക്കും കൂലിപ്പണിക്കാരനുമൊക്കെ 1200 രൂപ വരെ കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ബംഗാളി തൊഴിലാളികളുടെ ശമ്പളം ഇപ്പോഴും മറ്റു തൊഴിലാളികളെക്കാൾ കുറവാണ്. ഇവരുള്ളതുകൊണ്ട് മാത്രമാണ്
നമ്മുടെ നാട്ടിലെ അടിസ്ഥാന തൊഴിൽ നടക്കുന്നത്. അവർ കൈവയ്ക്കാത്ത മേഖലകളൊന്നുമില്ല. സംസ്ഥാന വ്യാപകമായി ഒരുമാതിരിപ്പെട്ട എല്ലാ കടകളിലും ഇവരാണ് പണിയെടുക്കുന്നത്. എല്ലാ ചന്തകളിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. മേസ്തിരി മേയ്ക്കാട് പണിയുടെ കാര്യം പറയുകയേ വേണ്ട. തോട്ടമടക്കമുള്ള മേഖലകളിലും കോഴിക്കടകളിലും ഒക്കെ ഇവരുടെ സാന്നിധ്യമുണ്ട്. ഇത്തരക്കാരില്ലാതെ ഈ മേഖലയൊക്കെ സ്തംഭിക്കുകയാണ്. ഒന്നാമത് കുറഞ്ഞ കൂലി മതി എന്നതാണെങ്കിൽ, രണ്ടാമത് സാധാരണ തൊഴിലിന് നമ്മുടെ നാട്ടിലുള്ളവർ ലഭ്യമല്ല എന്നതാണ്. ഇവരെ കിട്ടാതെ വന്നാൽ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളുടെ കൂലി 1500-ഉം 2000-ഉം ഒക്കെ ആയി ഉയരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ മേഖലകളിലും ഇത് പ്രതിസന്ധി സൃഷ്ടിക്കും. പെരുമ്പാവൂർ പോലെയുള്ള മേഖലകളിലെ ചെറിയ ഫാക്ടറികളൊക്കെ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ പണിയെടുത്തിരുന്നവർ എല്ലാം തന്നെ ബംഗാളികളായിരുന്നു. ഇവർ മടങ്ങി വരാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് BJP സർക്കാർ അധികാരത്തിലെത്തിയതാണ്. CPM തൃണമൂൽ പാർട്ടികൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ സമാധാനമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടായിരുന്നില്ല. പലരും സുരക്ഷയെ ഭയന്ന്, ഗുണ്ടകളെ ഭയന്ന് നാടുവിട്ടവരാണ്. ഇപ്പോൾ അത്തരമൊരു സാഹചര്യം അവിടെ ഇല്ല. അത്ര സുരക്ഷയാണ് ഉറപ്പുവരുന്നത് എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. ഇവരെല്ലാം ആവേശത്തോടു കൂടി മടങ്ങിയെത്തി. മമതയെ വോട്ട് ചെയ്ത് തോൽപ്പിച്ചതുപോലും ക്രമസമാധാനം തിരിച്ചു കൊണ്ടുവരാനാണ്. കേന്ദ്രസേനയെ ഇറക്കി ആ ക്രമസമാധാനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകിയ BJP സർക്കാർ അത് ഇപ്പോൾ തന്നെ പ്രായോഗികമാക്കി തുടങ്ങി. മാത്രമല്ല, ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് BJP സർക്കാർ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചതും ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും. അന്നപൂർണ ബന്ധാർ എന്ന പദ്ധതി വഴി എല്ലാ സ്ത്രീകൾക്കും 3000 രൂപ വീതം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആളുകളെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ കാരണമാക്കുന്നു. 3000 രൂപ വീതം കിട്ടുന്ന സ്ത്രീകൾ ഭർത്താക്കന്മാർ തങ്ങളോടൊപ്പം കഴിയട്ടെ, കിട്ടുന്ന പണി എന്തെങ്കിലും എടുത്ത് ജീവിച്ചാൽ മതി എന്ന നിലപാടെടുക്കുന്നു. കൂടാതെ തൊഴിലില്ലാത്ത എല്ലാ ചെറുപ്പക്കാർക്കും 3000 രൂപ വീതം കൊടുക്കുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 33% തൊഴിലും സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ സ്ത്രീകൾക്കും സർക്കാർ ബസ്സുകളിൽ സൗജന്യമായ യാത്ര മറ്റൊരു മനോഹരമായ വാഗ്ദാനമാണ്. ഗർഭിണികളായ സ്ത്രീകൾക്ക് 21,000 രൂപ വാഗ്ദാനം നൽകുന്നു. കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് 50,000 രൂപ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിലൂടെ എല്ലാവർക്കും ചികിത്സ സൗജന്യമാക്കുന്നു. PM കിസാൻ സമ്മാൻ നിധിയിലൂടെ 6,000 മുതൽ 9,000 രൂപ കൃഷിക്കാർക്ക് കൊടുക്കുന്നു. എംപ്ലോയ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന പേരിൽ കോമ്പറ്റീറ്റീവ് എക്സാമിന് തയ്യാറാവുന്ന യുവാക്കൾക്ക് 15,000 രൂപ സമ്മാനം പ്രഖ്യാപിക്കുന്നുണ്ട്. 5 വർഷം പ്രായത്തിൽ ഇളവ് സർക്കാർ ടെസ്റ്റുകൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങളാണ് അവിടെ പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നാട്ടിൽ തന്നെ ഉണ്ടാവണം എന്നാണ് പലരുടെയും വിശ്വാസം. ഈ സാഹചര്യത്തിലാണ് കഷ്ടപ്പെട്ട് മറ്റൊരിടത്ത് പോയി കഴിയേണ്ടതില്ല, ഇവിടെ തൊഴിലവസരങ്ങൾ കൂടുതൽ കിട്ടും, ഇല്ലാത്തവർക്ക് സർക്കാർ പണം കിട്ടും എന്ന തോന്നലിൽ ആളുകൾ അവിടെ തന്നെ നിൽക്കുന്നത്. മികച്ച ശമ്പളമുള്ളവരും ഹോട്ടൽ മേഖലയിലും മറ്റും ഭേദപ്പെട്ട പണിയെടുക്കുന്നവരുമൊക്കെ മാത്രമാണ് മടങ്ങുന്നത്. സാധാരണ തൊഴിലാളികൾ മടങ്ങാതെ അവിടെ തന്നെ നിന്ന് ബംഗാളിലെ മാറ്റം ആസ്വദിച്ച് പുതിയ ജീവിതം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇത് വലിയ തിരിച്ചടിയാവും എന്ന് തീർച്ചയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കേരളത്തിൽ ഇങ്ങനെ ധാരാളമായി എത്തിയിരുന്നത് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ആന്ധ്രയിലുമൊക്കെ തൊഴിലാളികളായിരുന്നു. ചുഴലിക്കാറ്റ് വന്നു, കൊടുങ്കാറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീടുകളിൽ വന്നിരുന്നവരെ നമ്മൾ മറന്നു പോകരുത്. പാണ്ഡ്യകൾ എന്ന് വിളിച്ച് നമ്മൾ കളിയാക്കിയിരുന്നത് തമിഴരെയായിരുന്നു. എന്നാൽ ആ നാടൊക്കെ വളർന്ന് പന്തലിച്ചു പോയി. തമിഴ്നാട്ടിൽ നിന്ന് പല മേഖലകളിലും തൊഴിൽ ചെയ്യാൻ ആളെ കിട്ടാതായി. അതോടുകൂടി കേരളം തൊഴിലാളികളെ കിട്ടാതെ അലയുന്നതിനിടയിലാണ് ഏതാണ്ട് 2010-11 മുതൽ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ആളുകൾ എത്താൻ തുടങ്ങിയത്. അവരും പടിപടിയായി മടങ്ങുമ്പോൾ കേരളം വീണ്ടും ചെലവേറിയൊരു നാടായി മാറും. സാധാരണ തൊഴിലിനെ ആരെയും കിട്ടാത്ത അവസ്ഥയായിരിക്കും സംജാതമാകുന്നത്.